പുതിയ മന്ത്രിസഭാ രൂപീകരണം വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന ഒരു ആവശ്യമാണ് ഈഴവർക്ക് പ്രാതിനിധ്യം കൊടുക്കണമെന്ന്. മന്ത്രിസഭയിൽ ഈഴവർ വേണമെന്ന് ശിവഗിരി മഠവും ശ്രീനാരായണ സഹോദര ധർമ്മവേദിയും ഒക്കെ ഈ ആവശ്യം മുന്നോട്ട് വെച്ചു. ഈഴവർക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കണം, ഈഴവ മന്ത്രിമാരുണ്ടാവണമെന്ന്. പക്ഷേ നിലവിൽ 3 പേര് മാത്രമാണ് മന്ത്രിസഭയിൽ ഈഴവ സമുദായത്തിൽ നിന്നുള്ള 3 മന്ത്രിമാർ മാത്രമേ ഉള്ളൂ. അപ്പം ഈ രീതിയിൽ ആ സമുദായത്തെയും തഴയപ്പെട്ടു. ഇല്ല, ശരിക്കും ഈ സമയത്തൊക്കെ ശ്രീനാരായണ സഹോദര ധർമ്മവേദി ഇതിനു മുമ്പ് തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഈ പറയുന്ന പോലെ ഈഴവർക്ക് അർഹിക്കുന്ന പ്രാധാന്യം മന്ത്രിസഭയിൽ ഉണ്ടാകണം. കാരണം നിരവധി പേർ വിജയിച്ച സാഹചര്യത്തിൽ ഏകദേശം 9ഓളം പേർ ഈഴവരായിട്ടുള്ള ആൾക്കാർ കോൺഗ്രസിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി പലരെയും മന്ത്രിസഭയിൽ അവരുടെ എണ്ണം കൂട്ടുക എന്ന് പറയുന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ട് എൻ്റെ അധ്യക്ഷനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 6 പേരെയെങ്കിലും മിനിമം ഈഴവ സമുദായത്തിൽ നിന്നുള്ള 9 പേരുണ്ട്, അതിൽ 6 പേരെ മന്ത്രിമാരാക്കി മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകണം. അതുപോലെ OBC ഒരു വകുപ്പ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ വകുപ്പിന് രൂപകൽപ്പന ചെയ്യണം, തുടങ്ങി ഒരുപാട് ആവശ്യങ്ങൾ SNDP യോഗവും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, SNDP യോഗമല്ല, ശിവഗിരി മഠം ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പരിഗണിക്കുമ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആകെ ഈഴവ സമുദായത്തിൽ നിന്നും ആകെ കിട്ടിയിരിക്കുന്ന മന്ത്രിമാരുടെ എണ്ണം വെറും 3ആണ്. അപ്പോൾ അതായത് കേരളത്തിലെ ഒരു ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നും ഏകദേശം ഇത്രയും അധികം വൈപുല്യമുള്ള ഒരു നിരവധി അംഗസംഖ്യയുള്ള ഏറ്റവും പ്രബലമായ ഒരു സമുദായത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പ്രാതിനിധ്യം നമ്മുടെ മന്ത്രിസഭയിലുള്ളത് വെറും 3 മാത്രമാണ്. നായന്മാർക്കത് 4ആണ്. NSSലുള്ളവർക്ക് എനിക്ക് തോന്നുന്നു 4 പേരെങ്ങാണ്ടാണ് NSS എന്നുള്ളത്. ബാക്കി വരുന്ന ബാക്കിയുള്ളതെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കും. ദളിത് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു തുളസി ടീച്ചറൊക്കെ മാത്രമാണ് ഉള്ളതെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം ഈ പറയുന്ന പോലെ ഇവർക്കുള്ള, അതായത് മന്ത്രിമാരുടെ കൂട്ടത്തിൽ അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ബാക്കി നമ്മൾ നോക്കിക്കോളൂ. ക്രിസ്ത്യൻസിന് ഒരുപാട് പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്, അതോടൊപ്പം മുസ്ലിംസിന് പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സത്യത്തിൽ ഈ ഒരു VD സതീശൻ്റെ മന്ത്രിസഭയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സമുദായ നേതൃത്വം എല്ലാം കൃത്യമായി ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ സത്യപ്രതിജ്ഞ കഴിഞ്ഞ പാട് തന്നെ VD സതീശൻ ഈ പറയുന്ന സമുദായ നേതാക്കളുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്തിനാണ് കൂടിക്കാഴ്ച എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല, എങ്കിലും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവരുടെയൊക്കെ ഒരു പിന്തുണ ആവശ്യമാണ്. തുടർന്നും ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവരെ അങ്ങനെയുള്ള മതമേലധ്യക്ഷന്മാരുടെ എല്ലാം ഒരു സഹകരണങ്ങൾ എപ്പോഴും ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. ഇവിടെ ഈ പറയുന്ന ഈഴവ സമുദായത്തിന് ഇത് നാളെ ചർച്ചയിലേക്ക് വരും. ഇത് വലിയ തോതിൽ ചർച്ചയിലേക്ക് വരും. അങ്ങനെ വലിയ രീതിയിൽ ചർച്ചയിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പറഞ്ഞുകൊണ്ട് നടന്നത് മുസ്ലിം ലീഗിന് എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ എല്ലാ ആദർശങ്ങളുടെയും കാറ്റിൽ പറത്തുന്ന ഒരു പ്രസ്താവനയായിട്ട് തന്നെയാണ് പൊതുജനം വിലയിരുത്തുന്നത്. അത് അങ്ങനെ തന്നെ വിലയിരുത്തിയുള്ളൂ. കാര്യം വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെയാണ്, വാ പോയ കോടാലിയാണ് എന്നൊരു ധ്വനി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ VD സതീശന്റെ മന്ത്രിസഭയിൽ എന്താ സംഭവിച്ചത്? ഇപ്പം പൊതുജനം ചിന്തിക്കുന്നത് എന്താ, എവിടെ ഈഴവരെവിടെ എന്നൊരു ചോദ്യം ചോദിച്ചാൽ എങ്ങനെ എന്ത് മറുപടി പറയും? 3 പേർക്കാണ് മന്ത്രിസഭയിൽ കൊടുത്തത്. M ലിജുവിന് ഒന്ന് കൊടുത്തിട്ടുണ്ട്, OJ ജനീഷ് കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള, പിന്നെ കൊല്ലത്ത് നിന്നുള്ള ബിന്ദു കൃഷ്ണ. ഇത്രയും 3 പേർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതും ലിജുവിനെ പോലുള്ളവർക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർക്കൊക്കെ വകുപ്പുകൾ പോലും അത്ര സുപ്രധാന വകുപ്പുകളാണോ കൊടുത്തിരിക്കുന്നതെന്ന് പോലും ഇത്ര വകുപ്പ് തീരുമാനമായിട്ടില്ല. ഏതൊക്കെ വകുപ്പുകളിലാണ് ഇവരെ കൊണ്ടുവന്ന് ഉൾപ്പെടുത്തുന്നത്. അപ്പം ഇവരെ ഉൾപ്പെടുത്തിയാൽ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മേജർ വകുപ്പ് ഇവർക്ക് കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ട വകുപ്പുകളിലേക്ക് ഇവരെ കൊണ്ട് എത്തിക്കുക എന്നുള്ള കാര്യത്തിൽ പോലും ഉറപ്പില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതേസമയം നമ്മൾ നോക്കിക്കോളൂ, മുസ്ലിം ലീഗിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് മുസ്ലിം ലീഗിൽ 5 മന്ത്രിമാരെയാണ് കൊടുത്തിരിക്കുന്നത്. 5 പേര്. കേരളത്തിലെ ഒരു പ്രബല സമുദായത്തിൽ നിന്നുള്ള വെറും 3 പേരാണ് മന്ത്രിസഭയിലുള്ളത്. ഘടകകക്ഷിയായ ലീഗിൽ നിന്ന് മുസ്ലിങ്ങളായിട്ടുള്ള 5 പേര് ലീഗിൽ നിന്ന് തന്നെയുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലാതെ നോക്കിക്കോളൂ, ഘടകകക്ഷികളിൽ കോൺഗ്രസിൽ നിന്ന്
നമ്മുടെ സണ്ണി വക്കീൽ, ഏറ്റവും പ്രധാനമായിട്ട് സണ്ണി ജോസഫ് ഏത് മതത്തിൽപ്പെട്ടതാണ്? അങ്ങോട്ട് നോക്കിയോളൂ. പിന്നെ റോജി എം ജോൺ, രണ്ടായില്ലേ? പിന്നെ നമ്മൾ ഓരോരുത്തരെ എടുത്ത് അങ്ങനെ ഓരോരുത്തരെ എടുത്ത് പരിശോധിക്കുക. നമ്മൾ പേരെടുത്ത് വെച്ച് അബു ജോൺ ജോസഫ് കേരള കോൺഗ്രസിൽ നിന്ന്, ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് നോക്കി, പിന്നെ ജേക്കബിന്റെ ഗ്രൂപ്പിൽ നിന്ന് മോൻ അനൂപ് ജേക്കബ്. അപ്പം നമ്മൾ അവരെ എടുത്ത് പരിശോധിച്ച് നോക്കുക. കോൺഗ്രസിൽ നിന്നുള്ള കോൺഗ്രസിന്റെ അംഗസംഖ്യ മന്ത്രിമാരായിരിക്കുന്നവരുടെ അംഗസംഖ്യ എടുത്ത് ക്രിസ്ത്യൻസിന്റെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ, മുസ്ലിംസിന്റെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. എത്രയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്, ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് എത്ര കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പുതിയ ചിന്താഗതിക്ക് കൂടി ഇവിടെ തുടക്കമിടുകയാണ് ശരിക്കും ഇതിലൂടെ ചെയ്യുന്നത്. അപ്പം സ്വാഭാവികം എന്നോണം ഇപ്പം മുസ്ലിം ലീഗിന് ഇത്രയും സീറ്റ് കൊടുക്കുന്ന പോലെ ടി സിദ്ദീഖിന് കൊടുത്തിട്ടുണ്ട് മന്ത്രിസ്ഥാനം. ടി സിദ്ദീഖിന് മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ വകുപ്പ് തീരുമാനമായിട്ടില്ലെങ്കിൽ ടി സിദ്ദീഖ് മന്ത്രിയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു നായന്മാരുടെ കൂട്ടത്തില് പ്രബലനായി നിൽക്കുന്നത് നമ്മുടെ മുരളീധരൻ, പുള്ളിക്കും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ നോക്കിയോളൂ, പ്രബലമായ ഇപ്പം അതോടെ കൂട്ടിയിട്ട് അഞ്ചിലൊതുങ്ങുന്നില്ല, ഇനിയും കിടപ്പുണ്ട്. നമ്മൾ ഈ മന്ത്രിമാരെ എല്ലാം എടുത്തിട്ട് അനലൈസ് ചെയ്യാത്തതുകൊണ്ടാണ്. ബാക്കി നമ്മുടെ അടുത്ത് പരിശോധിക്കുമ്പോൾ പിന്നെ കുട്ടനാട് നിന്ന് ജയിച്ച ക്രിസ്ത്യാനിയല്ലേ കുട്ടനാട്ടിൽ നിന്നുള്ള, അപ്പൊ ഇതെല്ലാം നമ്മുടെ അടുത്ത് പരിഗണിച്ച് നോക്കുമ്പോഴും ഇവർക്കൊക്കെ പ്രാധാന്യം കിട്ടുക. ഇപ്പൊ ഷാനിമോൾ ഉസ്മാൻ നിൽക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ എന്നുള്ള നിലയിൽ ഷാനിമോൾ ഉസ്മാൻ നിൽപ്പുണ്ട്, ക്യാബിനറ്റ് പദവിയിലേക്ക് എത്തി. ഇതൊക്കെയാണ് നമ്മൾ നോക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ നാളെ ഇതൊരു പക്ഷെ ചർച്ചയിലേക്ക് വരുമെന്നേ, ഇത് നാളെ ചർച്ചയിലേക്ക് വരും. ഇത് അപ്പം പലരും ചിന്തിക്കും, ഈ വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയല്ലേ എന്ന് പറയുന്ന പുതിയൊരു നാരേറ്റീവ് ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതിനൊരു കൺസോളിഡേഷൻ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഏകീകരണം ഉണ്ടാകാൻ പോവാണ് ഇവിടെ. അതൊരു പ്രത്യേക സമുദായക്കാർ ചിന്തിച്ചുകൊണ്ട് മാറി നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ പറയുന്ന സാമുദായികമായ കൃത്യമായ ഇടപെടൽ നടത്താത്തതുകൊണ്ട് പറ്റി ഇപ്പം ചാണ്ടി ഉമ്മനെ മന്ത്രി ആക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇവിടെ പിന്നെ ഓർത്തഡോക്സ് സഭ പ്രശ്നം ഉണ്ടാക്കുന്നു. എം വിൻസെന്റിനെ പോലുള്ള ആൾക്കാരെ പിന്നെ വിൻസെന്റിനെ മന്ത്രിയാക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂജിൻ പെരേരയുടെ നേതൃത്വത്തിലുള്ള ഒരു എന്താ പറയാ ലാറ്റിൻ സഭ പ്രശ്നം ഉണ്ടാക്കുന്നു. അതേസമയം ലാറ്റിൻ സഭയ്ക്ക് അത്യാവശ്യം നല്ല ഇത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഷിബു ബേബി ജോൺ ലാറ്റിനാണ്. ലാറ്റിൻ അവിടെ നമ്മൾ നോക്കിക്കോളൂ, അവിടെ ക്രിസ്ത്യാനിയായിട്ട് നിൽക്കുന്ന CMPയുടെ നേതാവ് CP ജോൺ സാറ്, അപ്പൊ അദ്ദേഹം അവിടെ നിൽപ്പുണ്ട്. അപ്പൊ ഇവരെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുള്ളൂ. ഹിന്ദു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന നായന്മാരാണെന്നുണ്ടെങ്കിലും ഇവരാണെന്നുണ്ടെങ്കിലും കുറവാണ് മന്ത്രിമാരാണ്. ഇപ്പൊ കോൺഗ്രസിലെ മന്ത്രിമാരെന്ന് പറഞ്ഞാൽ 10-11 മന്ത്രിമാരാണ്. ഈ 11 മന്ത്രിമാരിൽ 8 പേര് 4, 3, 7 പേര്, 3 പേര് ഇവരും മാറുന്നു, 4 പേര് നായന്മാരും മാറുന്നു. ബാക്കി വരുന്ന 4 പട്ടികജാതി പട്ടികവർഗ വകുപ്പുകളിൽപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ബാക്കി അതിൽ തന്നെ ഈ ബാക്കി വരുന്ന 4 ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, പട്ടികജാതി, ഇങ്ങനെ തിരിച്ചിട്ടാണ് കോൺഗ്രസിൽ തന്നെ വിതരണം ചെയ്തിരിക്കുന്നത്. അപ്പോഴും ഈ മന്ത്രിസഭയ്ക്കുള്ളിൽ പിന്നെ അതായത് ന്യൂനപക്ഷത്തിൽപ്പെട്ട മന്ത്രിമാരുടെ എണ്ണം കൂടുതലാണ്. ഈ പറയുന്ന പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കേരള കോൺഗ്രസ് ജേക്കബില് ഈഴവരുണ്ടാകാൻ സാധ്യതയില്ല. ശരിയല്ലേ? ഈഴവർ അതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല. കേരള കോൺഗ്രസ് പിന്നെ ജോസഫിന്റെ ഗ്രൂപ്പിനകത്ത്, അബു ജോൺ ജോസഫിന്റെ ഗ്രൂപ്പിനകത്ത് ഈഴവരുണ്ടാവില്ല, അത് ക്രിസ്ത്യാനികളെ ഉണ്ടാവുള്ളൂ. മുസ്ലിം ലീഗിനകത്ത് ഈഴവരുണ്ടാവില്ല, അതിന് മുസ്ലിംസേ ഉണ്ടാവുള്ളൂ. അപ്പം അതില് തന്നെ 5-2 7 1 8 മന്ത്രിമാർ അതിൽ തന്നെ അങ്ങ് പോയി. അപ്പം ബാക്കി വരുന്നതെന്ന് വെച്ചാൽ ആ പടം 3 ഈഴവർക്ക്. ഇതാണ് പ്രാതിനിധ്യം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പിന്നെ ശിവഗിരി മഠം വളരെ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. അതായത് ഞങ്ങൾക്ക് 6 മന്ത്രിമാരെ, അതായത് മഠവുമായി ആത്മബന്ധമുള്ള, മഠവുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന 9ഓളം ആളുകൾ വിജയിച്ച് കയറിയിട്ടുണ്ട്. അതിൽ 6 പേർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കണം. അപ്പൊ 6ഉം 5ഉം 11, ബാക്കിയുള്ളവരെ ഇതിനകത്ത് ഒപ്പിക്കാമല്ലോ. അപ്പം പിന്നെ ഇങ്ങനെയുള്ള രീതിയിൽ ഇത് പിന്തുടരുന്നില്ല. ഇത് നാളെ ഉണ്ടാക്കാൻ പോകുന്നൊരു ഭവിഷ്യത്താണ് ഞാൻ സൂചിപ്പിച്ചത്. ഇത് നാളെ വലിയൊരു ചർച്ചയിലേക്ക് പോകും. ഇത് നാളെ ഒരു വലിയ ചർച്ചയിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്പ്ലിറ്റിംഗ് ഉണ്ടാവാനുള്ള, കമ്മ്യൂണലായിട്ടുള്ള ഒരു സ്പ്ലിറ്റ് ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. ഇവിടെ സർക്കാർ കാരണം അതുണ്ടാവും. അങ്ങനെ അവരെല്ലാവരും ഈ ഭൂരിപക്ഷ സമുദായം ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ദാമോദരൻ മേനോൻ സതീശൻ എന്ന് പറയുന്ന ആ ഒരു ടാഗ് ലൈൻ ഉപയോഗിച്ചുണ്ടല്ലോ, ഇതുവരെ പറയാത്തൊരു ടാഗ് ലൈനാണല്ലോ VD സതീശൻ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ടാഗ് ലൈൻ ഉപയോഗിച്ചതിന്റെ പ്രയോജനം കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകും.
അദ്ദേഹം എന്തിനു വേണ്ടി അത് ഉപയോഗിച്ചത്? ഞാൻ നായരാണ്, ഞാൻ ഹിന്ദുവാണ്. അദ്ദേഹം ഈ ടൈംസിന്റെ ആയിട്ടുള്ള ഒരു, എനിക്ക് ടൈംസ് ആയിട്ടുള്ള ഒരു ഡിബേറ്റിൽ അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു, ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് തുടങ്ങിയ സംഘടനകൾ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു വലിയ വേറൊരു കമ്മ്യൂണലായിട്ടുള്ള മറ്റൊരു തലത്തിലേക്ക് ഇവരുടെ ഒബ്ജക്റ്റീവ്സ് മാറിക്കഴിയുമ്പോൾ നിങ്ങൾ അതിനോട് പ്രതികരിക്കുമോ എന്നാണ് ചോദ്യം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, സ്പെസിഫൈ ചെയ്ത് ഡയറക്റ്റ് ചോദ്യം, അതിൻ്റെ ആങ്കർ ചോദിക്കുന്നു. അപ്പം പുള്ളി അതിന് പറയുന്ന മറുപടി നോ. അത് നിങ്ങളുടെ അതിനെ എതിർക്കുമോ എന്നുള്ളതാണ് ചോദ്യം. നോ എന്നാണ് അദ്ദേഹം കൊടുത്ത മറുപടി. കൊടുത്തിട്ട് പറഞ്ഞു, ഐ ആം നോട്ട് എ മുസ്ലിം, ഐ ആം ഹിന്ദു എന്നാണ് നിയുക്ത മുഖ്യമന്ത്രിയായിരുന്ന PD സതീശൻ അതിന് കൊടുത്ത മറുപടി. എന്ന് വെച്ചാൽ ഹിന്ദു ആണ് എന്ന് അദ്ദേഹം പറയാണ്. ആസ് ഒരു ജനാധിപത്യപരമായി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അത്തരത്തിൽ പുള്ളി പറയേണ്ടിയിരുന്ന മറുപടി, ഞാൻ അങ്ങനെ ഇത്തരത്തിലുള്ള കമ്മ്യൂണൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടത് എൻ്റെ ചുമതലയാണ്, ഞാനത് കൃത്യമായി ഭംഗിയായി നിർവഹിക്കും എന്നുള്ളതാണ് പറയേണ്ടത്. അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ കാസ്റ്റോ അദ്ദേഹത്തിന്റെ മതമോ അല്ല VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോടെ പറയേണ്ടത്. നോ നോ നോ, ഐ ആം ഹിന്ദു, ഐ ആം നോട്ട് മുസ്ലിം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു മുഖ്യമന്ത്രി അധപ്പതിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത. അദ്ദേഹം പറയേണ്ടിരുന്ന വളരെ കൃത്യമായ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യത്തിന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജനാധിപത്യപരമായ മറുപടി പറയുന്നതിന് പകരം അവിടെ അദ്ദേഹം സ്വന്തം മതം വ്യക്തമാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ഇതൊരു തരം ഭ്രമിപ്പിക്കലാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കലാണ്, അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തലാണ് അദ്ദേഹത്തിന്റെ ആ ഒരു സത്യപ്രതിജ്ഞയ്ക്കകത്ത് വന്നത്. അപ്പൊ അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി അദ്ദേഹം ചർച്ച ഒരു മണ്ഡലത്തിലേക്ക് ഇട്ടുകൊടുത്തു എന്നുള്ളതാണ് അതിന്റെ വസ്തുത. ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ മന്ത്രിസഭയിൽ നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഞാൻ ഹിന്ദു തന്നെയാണ് എന്ന് അൾട്ടിമേറ്റ് ആയിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് VD സതീശൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്തിട്ടുള്ളത്.